അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്ന് കട്ടായി പോയി കേട്ടോ. ഇതാ നന്നായിട്ട് തിളച്ചു. ഇതാ ഇനി ഇരിക്കും തോറും ഇത് തിക്കായി വരും. ആറിയതിന് ശേഷം നന്നായിട്ട് തിക്കാവും. ഇത് എന്നിട്ട് നമ്മൾ ആറിയതിന് ശേഷം ചൂടെല്ലാം പോയിട്ട് തണുപ്പാകുമ്പോഴത്തേക്ക് അതൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി കേട്ടോ. വെളിയിൽ വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഒരു ഗ്ലാസ്സിലിട്ടിട്ട് ലെമൺ ജ്യൂസ് രാവിലെ കുടിക്കാൻ പറ്റും. ഇത് ചീത്തയുമില്ല കേട്ടോ. വർഷങ്ങളോളം ഈ സാധനം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചോളണം. എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചോളണം. ഇതാണ് നമ്മുടെ നാരങ്ങ പിഴിഞ്ഞ് എടുത്തിട്ടുള്ള ജ്യൂസ് കണ്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളക്കണം. ഇത് കണ്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ജ്യൂസാണ് നമ്മൾ ഒരു ബോട്ടിലിൽ ചൂട് പോയതിന് ശേഷം നമ്മൾ ആ ബൗളിൽ ഇട്ട് നല്ല അടപ്പുള്ള ഒരു ബോട്ടിലിൽ ഇട്ട് വെച്ചാൽ മതി. ചില്ല് ബോട്ടിലിൽ ഇട്ട് വെക്കണ്ട കേട്ടോ. ഞാനിട്ട് വെക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ അതിലവിടെ ഇരുന്നോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്യുവാണ് കേട്ടോ. ഓഫ് ചെയ്യുവാണ്. ഇനിയിപ്പം ഇത് നേരെ ഒരു പാത്രത്തിലേക്ക് എടുത്തൊഴിക്കുന്നുണ്ട്. ഇതാണ് ഇത്രയും നാരങ്ങ ഇതാണ് പിഴിഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതിന് തണുപ്പ് പോയതിന് ശേഷം ചൂട് പോയതിന് ശേഷം പറയുമ്പോൾ തെറ്റിപ്പോയി കേട്ടോ. ചൂട് പോയതിന് ശേഷം ആയി കഴിയുമ്പോൾ നമ്മൾ ഒരു ബോട്ടിലേക്ക് ഇട്ട് വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ നാരങ്ങ ജ്യൂസ്. വർഷങ്ങളോളം ഇരിക്കും, ഇത് ചീത്തയാകത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ജ്യൂസ് ഉണ്ടാക്കി രാവിലെ കുടിക്കുക കേട്ടോ. ഇതാണ് ഇന്നിപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത്.